ഗായ്സ് നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെർമുഡ മാപ്പ് കുറച്ച് ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാപ്പിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അത് വിശദമായിട്ട് സംസാരിക്കാം. അതിനുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും 500 സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ട് നമ്മളൊരു റെഡിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെന്തായാലും കമൻറ്റ് ചെയ്തിട്ടില്ല, കിട്ടിയ ആളെന്തായാലും കമൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കിട്ടിയ ആൾ. ഇപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിൽ കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്ലെയിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മുടെ ആകാശത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗോൾഡ് നിറച്ചിട്ടുള്ള ഒരു ബോൾ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിൽ. പിന്നെ പ്ലെയിൻ്റെ സ്കിന്ന് ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗം തീമിലായിരിക്കും ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ മാപ്പൊക്കെ നമ്മുടെ ചേഞ്ച് ആകാൻ പോകാൻ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ തീമിലായിരിക്കും മൊത്തം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുറച്ച് ഐറ്റംസ് ഒക്കെ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ മാപ്പിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ട് പരിശോധിക്കുക. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്താണെങ്കിൽ നമുക്ക് റെഡ് മൂൺലൈറ്റ് എന്ന് പറഞ്ഞൊരു മിഷൻ ഒരു ഗെയിം ഉണ്ടാവും ഇവിടെ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റും. നമ്മൾ നനഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൈമിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ തിരിഞ്ഞ് നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നനഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസ് ആവുന്നതായിരിക്കും. അതാണ് ഗെയിം. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ലൂട്ട് അടിക്കാൻ പറ്റുന്നതായിരിക്കും. ലൂട്ട് അടിക്കാൻ വേണ്ടി കുറച്ച് ബോക്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മുടെ ഗെയിമിനുള്ളിൽ വരുന്നുണ്ട്. പല സ്ഥലത്തായിട്ട് അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതേപോലത്തെ ഒരു മിഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗെയിം കൂടി നമ്മുടെ ഗെയിമിനുള്ളിൽ വരുന്നുണ്ട്. സ്ക്വിഡ് ഗെയിമിൻ്റെ നമുക്ക് ജമ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ തെറ്റായ രീതിയിലാണ് ചാടണമെങ്കിൽ നമ്മൾ എന്തായാലും ആ വെള്ളത്തേക്ക് വീടുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഈ നെക്സ്റ്റ് വരാൻ പോകുന്ന ഒരു ഗെയിം. ഇപ്പോൾ നമ്മുടെ മാപ്പ് ഡാമിൻ്റെ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചില സ്ഥലത്തൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗെയിം. അപ്പോൾ എന്തായാലും നൈസ് ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് എത്താണെങ്കിൽ നമുക്ക് ലൂട്ട് അടിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് അടിപൊളി നൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ തീമിലേക്കാണ് വരാൻ പോകുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ നമുക്ക് ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ നമ്മുടെ ഗെയിമിലുള്ള ഒരു പല ടൈമിൽ ഒരു ആഡ് ചെയ്ത് വെക്കുന്നതാണ് ഇതേപോലത്തെ ഒരു സ്റ്റാച്ചു. ഓക്കെ, സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കുന്ന പോലത്തെ ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലൂട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റും, ലൂട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും നൈസ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. ഇതേപോലത്തെ ടീമിൽ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്ക്വിഡ് ഗെയിമിൻ്റെ 14-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മുടെ ജൂൺ 14-ാം തീയതി മുതലാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഒരു ഗെയിമിനുള്ളിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ പോകുന്നത്. നെക്സ്റ്റ് CS-ലും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഐ ഡ്രോപ്പിൻ്റെ പുറത്തൊക്കെ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ചിത്രമൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്ന പോലത്തെ നൈസ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഐ ഡ്രോപ്പിൻ്റെ പുറത്തും പിന്നെ കുറച്ച് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ CS-ൽ വരാൻ പോകുന്ന കുറച്ച് മാറ്റംസ്. ഈ ഒരു ഇവന്റിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ചെറിയൊരു ലീക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ഒരു മാസ്ക്. ഓക്കെ, ഈ ഒരു മാസ്ക് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ലീക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ബാക്കിയൊന്നും ഫ്രീ ആയിട്ട് ഈ ഒരു ഇവനോട് കിട്ടുന്നില്ല എന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലീക്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന 3 ബണ്ടിൽസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ആരും കൂടെ കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് 2 വോയിസ് പാക്കേജ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്ന 2 വോയിസ് പാക്കേജിൽ ഒരെണ്ണം നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാതിരിക്കില്ല. ചിലപ്പോൾ 30 ദിവസത്തിൻ്റെ ട്രയലായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഭാഗ്യമുണ്ടെങ്കിൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് അറിഞ്ഞു വെച്ചേക്കുക. 2 നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഗെയിമിനുള്ളിൽ വരാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു ലക്ക് റോയിലാണ്. ഒക്കെ നമ്മുടെ ക്രിമിനലിൻ്റെ ഇമോട്ടിൽ അടങ്ങിയിരിക്കുന്ന ഒരു ലക്ക് റോയിലാണ്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് നാളെ തന്നെ വരുന്നതായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ റോസ് ഇമോട്ടും റിട്ടേൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ വേറെ 2 ഇമോട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും 4 ഡയമണ്ട് കൂട്ടിക്കുകയാണെങ്കിൽ മൊത്തം ഇമോട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഇവന്റ് നമ്മുടെ ഗെയിമിലേക്ക് നാളെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു 13-ാം തീയതി പോസിബിൾ ആയിട്ട് ഇതേപോലത്തെ ഒരു ലക്ക് ഫാഡർ വീൽ ഇവന്റ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും 13-ാം തീയതി ആയിരിക്കും ഈ ഫാഡർ വീൽ ഇവന്റ് വരാൻ ഇപ്പോൾ ഒരു ചെറിയ ലീക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1000 ഡയമണ്ട് കൂട്ടിയാണെങ്കിൽ ഇതേപോലത്തെ നല്ലൊരു അനിമേഷൻ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡയമണ്ട് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് പറഞ്ഞു വെച്ചേക്കുക. 11-ാം തീയതി വരാൻ പോകുന്ന യൂണിവേഴ്സ് റിംഗ് ടോക്കൺ ഇവന്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നമ്മുടെ നെയിലോൺ ബണ്ടിൽ. ഓക്കെ, നൈസ് ബണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് ആൻഡ് ഒരു ഇമോട്ട്, പിന്നെ ഒരു ബാക്ക് പാക്ക് ലൂട്ട് ബോക്സ്. ഒക്കെ, പിന്നെ ഒരു കാറിൻ്റെ സ്കിന്നൊക്കെ ഉണ്ടാകുന്നതായിരിക്കും എക്സ്ചേഞ്ചിൽ. അപ്പോൾ എന്തായാലും യൂണിവേഴ്സൽ ടോക്കൺ വെച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് തീർക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി ഒരു യൂണിവേഴ്സൽ ഇവന്റാണ് വരാൻ പോകുന്നത് നമ്മുടെ ഗെയിമിനുള്ളിലേക്ക്. പിന്നെ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് 11-ാം തീയതി വരുന്നതായിരിക്കും. ഒക്കെ, 11-ാം തീയതി ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പർച്ചേസിൻ്റെ ഇറക്കുക, അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരാൻ പോകുന്ന കുറച്ച് മാറ്റങ്ങൾ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ട്. പിന്നെ നമ്മൾ വരാൻ പോകുന്ന കുറച്ച് ഇവന്റ്സും. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ.